ജീവിതത്തിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളുള്ളവരാണ് നമ്മൾ പലരും. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ ലക്ഷ്യത്തെ മറന്ന്, നമ്മുടെ ജീവിത പദ്ധതികളെ മറന്ന്, ആ മുൻപിൽ വന്ന തടസ്സത്തെ കണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ നിന്നു പോകുന്ന, മുന്നോട്ട് പോകാൻ കഴിയാതെ വീണു പോകുന്നവരായി പലരും നമ്മൾ മാറാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏലിയാവിനൊപ്പം യാത്ര ചെയ്ത എലീശയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏലിയാവിനുണ്ടായിരുന്നതിന്റെ ഇരട്ടി പങ്ക് ശക്തി എനിക്ക് ആവശ്യമാണ്. അതിനായിട്ട് ഏലിയാവ് യാത്ര ചെയ്ത വിവിധ വഴികളിലൂടെ ഏലിയാവിനൊപ്പം യാത്ര ചെയ്യുകയാണ്. ഗിൽഗാൽ, ബേഥേൽ, യെരിഹോ, യോർദാൻ തുടങ്ങി ഓരോ സ്ഥലങ്ങളിൽ എത്തിയപ്പോഴും ഏലിയാവ് പറയുന്നു, ഇവിടെ നിന്നോ, മുന്നോട്ട് വരണ്ട, നീ ഇവിടെ തന്നെ പാർത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എലീശ പറഞ്ഞ മറുപടി, യഹോവയാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്നായിരുന്നു. കാരണം തന്റെ മനസ്സിൽ പദ്ധതിയുണ്ട്. ഏലിയാവ് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി പങ്ക് ശക്തി ആവശ്യമാണ്. പ്രതിസന്ധിയിൽ കടന്നു വന്നപ്പോൾ, തടസ്സങ്ങൾ വന്നപ്പോൾ നിൽക്കാതെ മുന്നോട്ട് യാത്ര ചെയ്തു. ഏലിയാവിനോടൊപ്പം യാത്ര ചെയ്തു. അതിന്റെ ഫലം ഏലിയാവിനുണ്ടായിരുന്നതിന്റെ ഇരട്ടി പങ്ക് ശക്തി എലീശയ്ക്ക് ലഭ്യമായി എന്നതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, തടസ്സങ്ങൾ വരും, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാധ്യതകളും സാഹചര്യങ്ങളും കടന്നു വരും. അവിടെ നിന്നു പോകാതെ, വീണു പോകാതെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിച്ച ആ തീരത്തെത്തിച്ചേരും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പ്രിയമുള്ളവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.